അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന ഈ ചെറിയൊരു കുന്നിത, ഈ കുന്നിന്റെ പേരാണ് ജബൽ റുമാത്ത് എന്ന്. ഈ കാണുന്ന വിശാലമായ പർവ്വതത്തിന്റെ പേരാണ് ജബൽ ഉഹദ് എന്ന്. ഹബീബായ മുത്ത് മുഹമ്മദ് റസൂൽ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഉഹദിനെ ഇഷ്ടപ്പെടുന്നു. സത്യത്തിൽ ബദർ യുദ്ധമാണ് ആദ്യം നടക്കുന്നത്. ഇസ്ലാമിലെ ആദ്യത്തെ ദ്വന്ദ്വ യുദ്ധം ഗസ്വത്ത് ബദറുൽ കുബ്ര. ആ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിജയമുണ്ടായി. വമ്പിച്ച വിജയം എന്ന് പറഞ്ഞാൽ വമ്പിച്ച വിജയം. ആ വിജയത്തിൽ പരാജയത്തിന്റെ കയ്പുനീർ അനുഭവിച്ച കുഫാറുകൾ, അവർക്ക് അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുത കൂടിക്കൂടി വന്നു. തക്കം കിട്ടുകയാണ്, ഒരു ചാൻസ് വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവര് ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാൻ, മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാൻ. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈനിക വ്യൂഹം സജ്ജമായി. ചരിത്രം ദീർഘമാണ്. ഇവിടെ ആ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അതിൽ 50ഓളം വരുന്ന ആളുകളെ നബി തങ്ങൾ നിർത്തിവിടെ 50 വരുന്ന ആളുകൾ, 50ഓളം വരുന്ന അമ്പെയ്ത്തുകാർ. ആ അമ്പെയ്ത്തുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുന്നിന്റെ മുകളിൽ നിർത്തി, ചെറിയ കുന്നിന്റെ മുകളിൽ. എന്നിട്ട് യുദ്ധം ആരംഭിക്കുന്നതിന്റെ മുമ്പ്, യുദ്ധം ഏകദേശം ശത്രുക്കൾ ഒരു ഭാഗത്ത് അവിടെ അപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് എവിടെയാണോ ഒരു ചാൻസ് കിട്ടുന്നത് അവരാ തക്കം പാർത്ത് കാത്തിരിക്കുമ്പോ ഈ 50 അമ്പെയ്ത്തുകാരിൽ പലരും പറഞ്ഞത് കേൾക്കാതെ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോയി. കുറച്ച് ആളുകൾ ഇവിടെ ബാക്കിയായി, ബാക്കിയുള്ളവരൊക്കെ പോയി. എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് ഇന്ന സ്ഥലത്ത് നിൽക്കണം, എന്നിട്ട് ഞാൻ പറയാതെ എന്റെ ഒരു ഉത്തരവ് വരാതെ നിങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇവിടുന്ന് പോയത് കൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാണുന്ന ഉഹദ് മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ കയറുന്നത്? അവിടുത്തെ അങ്കി, പടയങ്കി അതിന്റെ മുകളിലാണുള്ളത്. അതെടുക്കാൻ വേണ്ടി ഇങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇങ്ങനെ കയറുന്നു. ആ മുകൾ പരപ്പിലെത്തുമ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിന്ന് കൊടുക്കുന്നു. റസൂലുള്ളാഹി അവരെ ചുമലിൽ കയറി പടയങ്കി എടുക്കുന്നു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പാസ്സാക്കുന്നു, ഒരു ദുആ നടത്തുന്നു. ഔജബ ത്വൽഹത്തു വൽ ജന്ന, അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം നിർബന്ധമായി എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹു സർട്ടിഫിക്കറ്റ് നൽകി, സ്വർഗ്ഗത്തിന്റെ സർട്ടിഫിക്കറ്റ്. അതോടുകൂടെ ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് പിന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. വേറെ ആരും എത്ര ആളുകൾ വന്നാലും ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ തടുക്കാനുള്ളത് വേറെ ആരുമില്ല. അമ്പെയ്ത്തുകാര് കുറെ ആളുകൾ പോയി. മറ്റൊരു വിഭാഗം മുസ്ലിമീങ്ങളതാ പലരും ശത്രുക്കളിൽ നിന്ന് അക്രമത്തിന് ഇരയാകുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹു ഓടി കിതച്ചെത്തുകയാണ്. ബദറിന്റെ പോർക്കളത്തിൽ ഉത്ബ, ഷൈബ, വലീദ് പോലെയുള്ള വലിയ വലിയ വമ്പൻ സ്രാവുകളെ, അസ്വദ് അടക്കമുള്ള ആളുകളെ വെട്ടിവീഴ്ത്തിയ ആളാണ് സയ്യിദുന അസദുല്ലില ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കല്ലിന്റെ, ഒരു പാറക്കല്ലിന്റെ മറവിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഹിന്ദ് എന്ന പെണ്ണ് ആര് കിട്ടിയില്ല, അവസാന കൂലിക്ക് ഒരാളെ ഏൽപ്പിച്ചു. അയാളാണ് വഹ്ശി. വഹ്ശി ഇരുതല മൂർച്ചയുള്ള ചാട്ടുളിയുമായിട്ട് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാറിനെ നേരിടാൻ വേണ്ടി കാത്തിരിക്കുക. നേരിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ഫൈറ്റ് നടത്താൻ അവർക്ക് സാധ്യമല്ല. അപ്പോഴേക്കും പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് ശത്രുക്കൾ നിരച്ച് കയറിയിട്ട് അവിടുത്തെ മുമ്പല്ലിന് പരിക്കേറ്റു. മുമ്പല്ല് പൊട്ടിപ്പോയി. അവിടുത്തെ ശിരസിന് മുറിവേറ്റു. ഇത് കണ്ട സഹാബത്ത് അവര് ഇനി ഒരു പൂർണ്ണമായ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് ശത്രുക്കൾ ഒരു ഭാഗത്തിലൂടെ അവർക്ക് ചാൻസ് കിട്ടി. ആ ചാൻസിലൂടെ അവർ കയറി വന്ന് അറ്റാക്ക് ആരംഭിച്ചു. മുസ്ലിമീങ്ങളിൽ നിമിഷ നേരം കൊണ്ട് മുസ്അബ് തങ്ങളടക്കം 70ഓളം മഹാരഥന്മാരായ സഹാബത്ത് ഈ ഉഹദിന്റെ പോർക്കളത്തിൽ, ആ ദ്വന്ദ്വ യുദ്ധത്തിൽ ഷഹീദായി. ആ കൂട്ടത്തിൽ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും നല്ല ഒരു പടയോട്ടം നടത്തുന്നത്. ഹംസ റളിയല്ലാഹുവിനെ വധിക്കാൻ വേണ്ടി ഹിന്ദ് എന്ന പെണ്ണ് കൂലിക്കേൽപ്പിച്ച വഹ്ശി ഇരുതല മൂർച്ചയുള്ള ചാട്ടുളിയുമായി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു നെഞ്ചിലേക്ക് ചാടി വീഴുകയാണ്. അദ്ദേഹത്തിന്റെ വയർ കുത്തിക്കീറി, നെഞ്ച് പിളർത്തി, അദ്ദേഹത്തെ വധിച്ച് അദ്ദേഹത്തെ നിലത്തിട്ട് ആ സമയത്ത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണ്, കാത്, കൈകളൊക്കെ വെട്ടി കണ്ണ് ചൂന്നെടുത്തു. അരിശം തീരാത്ത ഹിന്ദ് എന്ന പെണ്ണ് ഓടി വന്നുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ
കരളെടുത്ത് വായിലിട്ട് ചവച്ച് തുപ്പി ആക്രോശിച്ചു പറഞ്ഞു, ഹംസ, ബാപ്പയെ കൊന്ന ഹംസ, ആങ്ങളെ കൊന്ന ഹംസ എന്ന് പറഞ്ഞ് ആക്രോശിച്ചു എന്നാണ്. ആ ഹംസ റളിയല്ലാഹുവിന്റെ വഫാത്ത് ഹബീബിന് താങ്ങാൻ കഴിഞ്ഞില്ല. പുന്നാര റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തേക്ക് ഏറെ വേദനയുള്ളതാണ് അവിടുത്തെ പിതൃവ്യന്റെ, അവിടുത്തെ അളാപ്പയുടെ മരണം. അപ്പയാണ് വഹ്ശി വരുന്നത്. 3 ദിവസമായി വഹ്ശി സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 1, 2, 3 തവണ സലാം പറഞ്ഞു. റസൂലുള്ളാഹി സലാം അടക്കിയില്ല. 3ാമത്തെ തവണ കുറ്റബോധത്താൽ ഹബീബിന്റെ മുമ്പിൽ വന്ന് സങ്കടപ്പെട്ടുകൊണ്ട് സലാം പറഞ്ഞ മഹാനായ വഹ്ശിയുടെ സലാം റസൂലുള്ളാഹി തങ്ങള് മടക്കാൻ വേണ്ടി റബ്ബിന്റെ നിർദ്ദേശം വന്നു. റസൂലുള്ളാഹി സലാം മടക്കി. സൂക്ഷിക്കുകയാണ് തന്റെ അരയിൽ. കാരണം ഞാനൊരു ഇസ്ലാമിലെ ഏറ്റവും നല്ല പോരാളിയെ കൊന്ന ചാട്ടുളിയാണിത്. ഇതുകൊണ്ട് ഇസ്ലാമിന്റെ ഒരു ശത്രുവിനെ ഞാൻ വധിക്കുമെന്ന തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ തന്റെ ആ ആയുധം ഒളിപ്പിച്ചു വെക്കുന്നു. വഹ്ശി ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിൽ ഒരു പോരാട്ടം യമാമയിൽ വെച്ച് നടക്കുകയാണ്. യമാമ യുദ്ധം. ആ യമാമ യുദ്ധത്തിന്റെ നായകൻ മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട സഹാബത്ത് ഇരച്ചു കയറുകയാണ് യമാമയിലേക്ക്. യമാമയിൽ അവിടെ ഒരു വലിയ സ്ഥാനത്തിരിക്കുകയാണ് കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ ഖദ്ദാബ്. മഹാനായ വഹ്ശി ഒരൊറ്റ നിയ്യത്ത് മാത്രമേ ഉള്ളൂ. എന്താ നിയ്യത്ത്? ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന എനിക്ക് അതിന് പകരം ചോദിക്കണം. അത് ഒരു ഇസ്ലാമിന്റെ ശത്രുവിനോടായിരിക്കണം. അങ്ങനെ വലിയ കോട്ടയുടെ ഉള്ളിൽ ആർക്കും ചാടാൻ കഴിയാത്ത കോട്ട മതിൽ എടുത്തു ചാടി വഹ്ശി തന്റെ അരയിൽ സൂക്ഷിച്ച ആ ചാട്ടുളിയുമായി മുസൈലിമയിൽ അവിടെയുള്ള യമാമയിലെ പോർക്കളത്തിൽ ഇരിക്കുന്ന മുസൈലിമയുടെ നേരെ ചെന്ന് അവന്റെ ഗണച്ഛേദം വരുത്തി അവനെ ആ നിമിഷ നേരം കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് വകവരുത്തി തന്റെ ആ ആഗ്രഹം പൂർത്തിയാക്കുകയാണ്. അങ്ങനെയുള്ള ആളാണ് മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു. ഈ യുദ്ധഭൂമിയിൽ തന്നെയാണ് ബദരീങ്ങളെ ലീഡറായ സയ്യിദുനാ മുസ്അബ് റളിയല്ലാഹു അൻഹു, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. അദ്ദേഹത്തിന്റെ ആ രക്തസാക്ഷിത്വ സമയത്ത് അദ്ദേഹത്തിന് കഫൻ ചെയ്യാൻ വേണ്ടി കഫൻ പുടവയുമായി സഹാബത്ത് വന്നു. പക്ഷേ തല മൂടുമ്പോൾ കാല് മൂടുന്നില്ല, കാല് മറയുമ്പോൾ തല മറയുന്നില്ല. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ദരിദ്രരായി പോയിരുന്നു സഹാബത്ത്. നമുക്കൊക്കെ കഫംപുടക്ക് ക്ഷാമുണ്ടോ? സഹാബത്ത് കഫംപുട കിട്ടാതെ അവർ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇദ്ഖിർ എന്ന് പറയുന്ന ചെടി പുല്ല് കൊണ്ടുവന്ന് മറച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. അങ്ങനെയുള്ള എല്ലാ സംഭവത്തിനും സാക്ഷ്യം വഹിച്ച ഉഹുദ്, ഈ മല നാളെ സ്വർഗത്തിലേക്ക് കാണിക്കപ്പെടും. മാത്രമല്ല, ഈ ഉഹുദിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമ്പോ ഉഹുദ് ഇങ്ങനെ വറക്കാൻ തുടങ്ങി, മദീന വറക്കാൻ തുടങ്ങി, ഉഹുദ് ഇളകാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഉഹുദേ അനങ്ങരുത്, ഇളകാൻ പാടില്ല. നിന്റെ മുകളിൽ വനബിയുൻ വസുദ്ദീഖും വശഹീദാനി, ഒരു നബിയുണ്ട്, ഒരു സുദ്ദീഖുണ്ട്, 2 രക്തസാക്ഷികളുണ്ട്. നോക്കൂ, ഉഹുദിന്റെ പോർക്കളമാണ് ആ കാണുന്നത്. ആ വലിയ കെട്ടിൽ 70ഓളം മഹാരഥന്മാരായ സഹാബത്ത് അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ പുറത്തൂടെ ഫ്രണ്ടേജിൽ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജനാസ, അവിടുത്തെ ഖബറിടം കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശുഹദാക്കളെ ഖബർ മഹാരഥന്മാരായ സഹാബത്ത് സിയാറത്ത് ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മോൾ ഫാത്തിമ ബീവിയെയുമായി വന്ന് സിയാറത്ത് ചെയ്യാറുണ്ട്. കൊല്ലത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ മോളയുമായി വന്നുകൊണ്ട് മഹാന്മാരായ ഉഹുദ് ശുഹദാക്കളെ സന്ദർശിക്കുകയും ഉറൂസ് മുബാറക്ക് നടത്തുകയും ചെയ്യാറുണ്ട് എന്ന് ചരിത്രത്തിന്റെ താളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.